മഹാ തെരഞ്ഞെടുപ്പിന്റെ ആരവമൊക്കെ കഴിഞ്ഞ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് രാത്രി 7:15 ചടങ്ങ് നടക്കും. കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലെത്തുന്ന സുരേഷ് ഗോപിക്ക് മികച്ച പരിഗണന ലഭിക്കുമെന്നാണ് അറിയുന്നത്. കാര്യം കേരളത്തിൽ BJP ചൂണ്ടിക്കാണിക്കാൻ അക്കൗണ്ട് തുറന്ന ഒറ്റയാളേ ഉള്ളൂ, അത് സുരേഷ് ഗോപിയാണ്. അതും അത്യാവശ്യം ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്നാണ് നമുക്കറിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനീ നിൽക്കുന്നത് കർത്തവ്യപഥിലാണ്. കർത്തവ്യപഥില് അല്പസമയത്തിനകം നരേന്ദ്രമോദി അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ ധീര സേനാനികൾക്ക്, വീരമൃത്യു വരിച്ച സേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഒക്കെ വെച്ചിട്ടുള്ള ഈ ബോർഡുകളൊക്കെ ഇവിടെ തയ്യാറായിരിക്കുന്നു. മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകളാണ് നിരന്നിരിക്കുന്നത്. 7 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ എത്തിയിട്ടുണ്ട്. അവരും യുദ്ധസ്മാരകത്തിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ ആണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് അവർ എത്താൻ പോകുന്നു. സമാനമായിട്ട് രാഷ്ട്രപതി ഭവൻ, നേരെ കാണുന്ന രാഷ്ട്രപതി ഭവൻ, അവിടെയും ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, 7:15 ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനായിട്ട് പോകുന്നത്. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മന്ത്രിമാർ എത്ര പേർ എന്നതിനെ സംബന്ധിച്ചും ഘടകകക്ഷികളുടെ സമ്മർദ്ദം എത്ര വിധത്തിൽ എങ്ങനെയൊക്കെ ബലിച്ചു എന്നതിനെ സംബന്ധിച്ചും ഉള്ളതാണ്. നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് 57 മന്ത്രിമാർ എന്ന വിധത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ചില ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിലും അന്തിമമായിട്ട് പട്ടികയിൽ അത്രയും പേരായിരിക്കും ഉണ്ടാവുക. BJPയുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ, അതായത് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ അംഗങ്ങളായിരുന്ന ആളുകൾ, അവർ വീണ്ടും ഇതിന്റെ ഭാഗമായിട്ട്, മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇടം പിടിക്കും എന്നുള്ളതാണ്. അമിത്ഷാ ഉണ്ടാകും, ഒപ്പം രാജ്നാഥ് സിംഗ് ഉണ്ടാകും. കഴിഞ്ഞ മന്ത്രിസഭയിൽ രണ്ടാമൻ രാജ്നാഥ് സിംഗ് ആയിരുന്നു. രാജ്നാഥ് സിംഗ് ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ടും ഉണ്ടാകും. ഒപ്പം നിതിൻ ഗഡ്കരിയെ പോലെയുള്ള മന്ത്രിമാർ ഉണ്ടാകും, ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ടാകും, S ജയശങ്കർ ഉണ്ടാകും. അങ്ങനെ BJPയെ സംബന്ധിച്ച് അവരുടെ മുതിർന്ന നേതാക്കളെല്ലാം ഉണ്ടാകും. നിർമ്മല സീതാരാമന്റെ കാര്യത്തിൽ മാത്രം ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഒപ്പം ഘടകകക്ഷികളിൽ നിന്ന് ലല്ലൻ സിംഗ്, JDUവിനെ പ്രതിനിധീകരിച്ച് ലല്ലൻ സിംഗ് അടക്കമുള്ള നേതാക്കന്മാരുണ്ടാകും. TDP ശക്തമായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ചെങ്കിലും അവർക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രിയും 2 സഹമന്ത്രി പദവും ആണ് നൽകാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 2 സഹമന്ത്രി പദം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതിൽ ഒരെണ്ണം ചിലപ്പോൾ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവി ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. SKN പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്, കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമാകും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന വകുപ്പുകളെ കുറിച്ചുള്ള വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകും എന്ന കാര്യത്തിൽ വ്യക്തതയായിരിക്കുന്നു. സുരേഷ് ഗോപി, ദക്ഷിണേന്ത്യയിൽ നിന്ന് സുരേഷ് ഗോപിയെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില പേരുകളും പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുന്നു. കേരളത്തിൽ നിന്ന് തന്നെ ഈ ന്യൂനപക്ഷ പരിഗണന എന്ന രീതിയിൽ ഒരു പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇന്നലെ രാത്രി വൈകിയും കൈക്കൊണ്ടിട്ടില്ല. ഒരു കരട് പട്ടികയായിട്ടുണ്ട്. മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കരട് പട്ടികയായിട്ടുണ്ട്. ആ കരട് പട്ടികയിൽ നിന്ന് അന്തിമമായിട്ടുള്ള തീരുമാനം നരേന്ദ്രമോദി ആയിരിക്കും. ഇന്നലെ രാത്രിയോടുകൂടി ഈ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മാത്രമേ ഈ പട്ടിക കൈമാറൂ എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ 7:15 ഇന്ന് അദ്ദേഹം ഇതിനുശേഷം ഈ യുദ്ധസ്മാരകത്തിൽ വന്നതിന് ശേഷം രാജ്ഘട്ടിൽ പോയി രാഷ്ട്രപിതാവിന് സ്മരണാഞ്ജലി അർപ്പിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ പട്ടിക സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത് രാഷ്ട്രപതി ഭവന് കൈമാറുക. ഏതായാലും 7:15 ഈ ഇതിന്റെ ഭാഗമായിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. 57 പേർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറോളമായിരിക്കും ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് നീളുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം ഈ 100 ദിന പരിപാടികൾ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ഒപ്പം രാഷ്ട്രപതി ഇന്ന് അധികാരമേൽക്കുന്ന കേന്ദ്രമന്ത്രിസഭാംഗങ്ങൾക്കൊരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഈ രാജ്യതലവന്മാരും ആ വിരുന്നിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ ദേശീയ അധ്യക്ഷൻ, NDAയുടെ MPമാർക്ക് ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതും ഇന്നാണ് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരുപിടി വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറുന്നു. ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോഴും ചില കാര്യങ്ങളിൽ അന്തിമമായിട്ട് തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് തുടരുകയാണ്. അതും ഏതാണ്ട് 12 മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. SK.
താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും ഡൽഹിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു. വലിയ ആഘോഷമായിട്ട് തന്നെയാണ് മൂന്നാം മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. വിചാരിച്ചത്രയും വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അതൊക്കെ ഇത്തിരി മറച്ചു വയ്ക്കാനുള്ള നീക്കങ്ങളും തീർച്ചയായിട്ടും ഈ ആടയാഭരണങ്ങളൊക്കെ ഒരുക്കുന്നതിലൂടെ, ഈ അലങ്കാരങ്ങൾ കൂടുതലാക്കുന്നതിലൂടെ ഉണ്ടാകും. അതൊക്കെ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിയായിട്ട് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് 35 സെക്കൻഡും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രാജ്ഘട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആർ രാധാകൃഷ്ണൻ വീണ്ടും നമുക്കൊപ്പം അല്പനിമിഷങ്ങൾക്കകം ചേരുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി പ്രധാനമന്ത്രി രാജ്ഘട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയായിരിക്കും ഈ കർമ്മ പരിപാടികൾ? എസ്കെൻ, രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം ഒരു ദിവസം തുടങ്ങുക എന്നുള്ളതാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ദിവസം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്ഘട്ടിൽ എത്തിയിരിക്കുന്നത്. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന് അദ്ദേഹം ഏത് ഘട്ടങ്ങളിലും ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസമാണെങ്കിലും ഒപ്പം റിപ്പബ്ലിക് ദിനത്തിനാണെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പ്രണാമം അർപ്പിക്കാറുണ്ട്. അതേ രീതിയിലാണ് ഇന്നത്തെ ദിവസവും അദ്ദേഹം പിന്തുടരുന്നത്. കഴിഞ്ഞ 2 തവണയും ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഈ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പ്രണാമം അർപ്പിച്ചിരുന്നു. സമാനമായിട്ട് ഇതിനുശേഷം ഈ യുദ്ധസ്മാരകത്തിലേക്ക്, ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദേശാഭിമാനികളായിട്ടുള്ള നമ്മുടെ സൈനികർക്ക് അവരുടെ വീരമൃത്യുവിന് അദ്ദേഹം പ്രണാമം അർപ്പിക്കും. അവരുടെ ഓർമ്മകളിൽ അദ്ദേഹം അല്പസമയം അവിടെ അവർക്ക് പ്രണാമം അർപ്പിച്ച് അവിടെ കഴിയും. അങ്ങനെ ഉള്ള ചടങ്ങുകളാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ചില ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായിട്ട് ഈ മന്ത്രിസഭയുടെ പട്ടിക ഒക്കെ അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായി അദ്ദേഹം ഉണ്ടാകും. അതിനുശേഷം ഈ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറേണ്ടതുണ്ട്. അതോടുകൂടിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപുള്ള കാര്യപരിപാടികൾ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേർന്ന് ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമായിരിക്കും ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വൈകുന്നേരം എത്തുക. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പതിവ് ചടങ്ങാണിത് തീർച്ചയായിട്ടും. ഇനി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. പ്രധാനപ്പെട്ട എല്ലാ ദേശീയ ചടങ്ങുകൾക്കും മുമ്പ് അദ്ദേഹം രാജ്ഘട്ട് സന്ദർശിക്കുക പതിവാണ്.